ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? എങ്ങനെയുണ്ട് പഠനമൊക്കെ? നന്നായിട്ട് തന്നെ പോകുന്നില്ലേ? അപ്പോൾ ഒരു പ്രിലിമിനറി എക്സാമിൽ 85-ന് മുകളിൽ സ്കോർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആത്മവിശ്വാസം അത് വേറെ തന്നെയല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ പ്രിലിംസിലെ ആ മാർക്ക് വാങ്ങുന്നവർക്ക് പിന്നീട് മെയിൻസ് പരീക്ഷയെ നേരിടാൻ യാതൊരു പേടിയും ഉണ്ടാവില്ല. നിങ്ങൾ പൊതുവേ പറയുന്നത് കേട്ടിട്ടില്ലേ? അതായത് എക്സാം മോഡ് എടുക്കുമ്പം എനിക്ക് ടെൻഷനാവുന്നു, പഠിച്ചതൊക്കെ കിട്ടുമോ, അല്ലെങ്കിൽ എക്സാം ഹാളിൽ ഭയങ്കര ടെൻഷനാണ്, ഞാൻ അറിയുന്നതും കൂടി തെറ്റിച്ചു, അങ്ങനെയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രിലിമിനറി എക്സാമിനൊക്കെ 85-ന് മുകളിൽ സ്കോർ ചെയ്തവർക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടാവും. അത് നിന്നെക്കൊണ്ട് പറ്റും, ഞാൻ പഠിച്ചതൊക്കെ എനിക്ക് അതുപോലെ എക്സാം ഹാളിൽ എന്താ പറയുക കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അങ്ങനെയുള്ളൊരു കോൺഫിഡൻസ് എന്തായാലും അവരുടെ മൈൻഡിലുണ്ടാവും. ഞാനിതൊക്കെ പറയുമ്പോഴും പലരും ചിന്തിക്കുന്നത് എനിക്ക് ഇങ്ങനെയൊക്കെ പഠിക്കാൻ എവിടെയാണ് ടൈമുള്ളത്, അതായത് ഒട്ടും ടൈമില്ലല്ലോ പഠിക്കാൻ വേണ്ടിയിട്ട്, കുഞ്ഞിനെ നോക്കണം, വീട്ടുകാര്യം നോക്കണം, അപ്പം ഡെയിലി ഒരു 10 മണിക്കൂറൊക്കെ പഠിക്കുന്നവർക്കല്ലേ ഇങ്ങനെയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റൂ എന്നൊക്കെയാണ് കൂടുതൽ പേരും ചിന്തിക്കുക, അല്ലേ? എങ്കിലൊരു കാര്യം പറയട്ടെ, ഞാൻ പഠിച്ചത് കൂടുതൽ സമയം ഇരുന്ന് ബൈ ഹാർട്ട് ചെയ്തുകൊണ്ടല്ല കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങൾ കഴിഞ്ഞ പ്രിലിംസ് എക്സാമിന് എത്ര സ്കോർ ചെയ്തിട്ടുണ്ടാവും? അതുപോലെ ഇനിയുള്ള എക്സാമിന് എത്ര നേടണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പഠിക്കുമ്പം ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിലബസിൻ്റെ പ്രധാന ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതായത് പലരും ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ് എല്ലാ സബ്ജക്റ്റിനും ഒരേ പ്രാധാന്യം നൽകിയിട്ട് പഠിക്കുക എന്നുള്ളത്. ഞാൻ ആദ്യം ചെയ്തത്, എനിക്ക് ഈസി സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മാത്സിൽ ഒരു മാർക്ക് പോലും പോകരുത് എന്നൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതെന്താ വെച്ചാൽ ഡെയിലി 1.5 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ PYQ ചെയ്ത് പഠിക്കുക ചെയ്തത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് GK ആണ്. GK പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ PYQ എടുത്ത് നോക്കുക. എനിക്ക് 3rd ഫേസ് ആയിരുന്നു എക്സാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫേസിലെയും സെക്കൻഡ് ഫേസിലെയും എക്സാം പേപ്പർ ഉണ്ടാവുമല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ, അതെടുത്ത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ജിയോഗ്രഫിയൊക്കെ കുറച്ച് ടഫായിട്ട് തോന്നി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പോൾ അത് +1 +2 ജിയോഗ്രഫി ബുക്കിൽ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കിയിട്ട്, അതായത് എൻ്റെ അടുക്ക ഒരു റാങ്ക് ഫയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ മുന്നേ, അപ്പം ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ആ പാഠഭാഗം വരുന്ന ഏരിയ നോക്കിയിട്ട് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി. അങ്ങനെയാണ് ആ ഒരു ഭാഗം ഞാൻ ക്ലിയർ ചെയ്തത്. പിന്നെ PYQന്ന് ഏതൊക്കെ ഭാഗത്തു നിന്നാണോ ചോദ്യം വന്നിട്ടുള്ളത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കി അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പഠിച്ചു പോയി. പിന്നെ കറണ്ട് അഫേഴ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, കറണ്ട് അഫേഴ്സ് ഞാൻ പഠിച്ചത് യൂട്യൂബ് ക്ലാസ് കണ്ടിട്ടാണ്. 2024-25 കറണ്ട് അഫേഴ്സ് ക്ലാസ് അങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ കറണ്ട് അഫേഴ്സ് പഠിക്കുമ്പം വലിച്ച കാര്യങ്ങൾ പഠിക്കാനൊന്നും നമുക്കാവില്ല, ഒരുപാടുണ്ട് അല്ലേ? അപ്പം സാഹിത്യം, സ്പോർട്സ്, അപ്പം അങ്ങനെയുള്ള, അതായത് നോബൽ പ്രൈസ് അങ്ങനെയുള്ള മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ട് തന്നെ പഠിച്ചു. മാത്രമല്ല ഈ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും എടുത്ത് നോക്കുമ്പം ഏതൊക്കെ മേഖലയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നതെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ട് പഠിച്ചു. അല്ലാതെ വലിച്ചു വാരി ഒരുപാട് കറണ്ട് അഫേഴ്സ് പഠിക്കാൻ വേണ്ടി ഞാൻ നിന്നിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ GKയുടെ കേസ് തന്നെ നോക്കുമ്പം 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള SCERT NCERT, അതായത് നമ്മുടെ സിലബസിൽ ഏതൊക്കെ ടോപ്പിക്കാണോ പറഞ്ഞിട്ടുള്ളത് അതേ ടോപ്പിക്ക് വരുന്ന പാഠഭാഗം നോക്കി നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. നമ്മൾ PYQ പഠിക്കുമ്പം ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ അങ്ങനെ മാത്രമല്ലാണ്ട് ചിലപ്പോൾ ഈ ഓപ്ഷൻസ് ആയിരിക്കും നാളത്തെ PSCയുടെ പുതിയ ചോദ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒറ്റ ചോദ്യത്തിൽ നിന്ന് നമുക്ക് എന്താ പറയുക 5 പ്രധാന ചോദ്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ? പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന പോയിൻറ്റ്സ് നീട്ടി എഴുതി വെക്കാണ്ട് ഷോർട്ട് നോട്ട് ആക്കിയിട്ട് എഴുതി വയ്ക്കുക. PYQ ഇങ്ങനെ ചെയ്യുമ്പോൾ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ. പിന്നെ എൻ്റെ എക്സാം 3rd ഫേസ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് മുന്നേ നടന്ന ഫേസ് 1ഉം ഫേസ് 2ഉം കൃത്യമായിട്ട് ഞാൻ നോക്കിയിരുന്നു. അതുപോലെ മാത്സും പിന്നെ എക്സാംസ് ഞാൻ കൃത്യമായിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയിട്ട് കണ്ടു നോക്കണേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത്. നമ്മളിപ്പം ഇപ്പം ഞാനൊരു PYQ നോക്കിയിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു ഇതാണ് ഹോട്ട് ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അനലൈസ് ചെയ്യുക. അതായത് ഏതിൽ നിന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ സ്വയം വിലയിരുത്തുമ്പം കുറച്ചുകൂടി കൂടുതൽ വേഗത്തിൽ നിങ്ങൾക്കത് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം എടുക്കുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ആ ഒരു ടൈം പോയെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നതെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതായത് വേറൊരാൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ സ്വയം കണ്ടെത്തുമ്പോഴാണ് കൂടുതൽ നമ്മുടെ മൈൻഡിൽ സെറ്റ് ആവുക. ഓക്കെ. പിന്നെ ടൈമില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സമയങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ സ്മാർട്ടാക്കിയിട്ട് പഠിക്കാനെടുത്താൽ നമ്മുടെ ലക്ഷ്യത്തിൽ നമുക്ക് എത്താനാകും. മറ്റുള്ളവർ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ സമയമില്ല, പഠിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ കേൾക്കുക പറയുക അത്രയല്ലേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ ചെറിയ സമയമാണെങ്കിൽ ഒരു 5 മിനിറ്റ് പോട്ടെ, 5 മിനിറ്റിൽ കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു വൊക്കാബുലറി നോക്കണ്ടെങ്കിൽ തന്നെ ഒരു 5 വൊക്കാബുലറി നോക്കാൻ അത്രയ്ക്ക് അധിക സമയമൊന്നും വേണ്ടില്ല. വെറുതെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിട്ടാൽ മതിയല്ലോ. അത് പിന്നെയും നമ്മൾ ഒന്നുകൂടി നോക്കുമ്പോൾ നമ്മുടെ മൈൻഡിലങ്ങ് സെറ്റ് ആവില്ലേ. അപ്പം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സമയങ്ങൾ കണ്ടെത്തിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു പ്രിലിമിനറി എക്സാമിനെ സംബന്ധിച്ച് 85+ എന്ന് പറയുന്നത് വലിയ സംഭവമാണെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അത് അത്ര വലിയ സംഭവമൊന്നും അല്ല. മാത്രമല്ല, ഈ 10-11 മണിക്കൂർ പഠിക്കണം എന്നാലേ ഇത്രക്കധികം മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റൂ എന്നുള്ള തെറ്റിദ്ധാരണയും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കയ്യിലെ സിലബസിലെ ടോപ്പിക് ഉണ്ടാവുമല്ലോ, അത് സ്മാർട്ടായിട്ട് തരംതിരിച്ചിട്ട് പഠിക്കുക. അതുപോലെ PYQ ചെയ്ത് ഓപ്ഷൻസ് അനലൈസ് ചെയ്ത് പഠിക്കുക. പരമാവധി നെഗറ്റീവ് കുറക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ഫോളോ ചെയ്താൽ അടുത്ത പ്രിലിംസ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.